അപ്പം നിങ്ങൾ എന്നോട് പറയാണ്, സ്വാമി ഇവിടെ ഒരു ഹോട്ടലുണ്ട്, നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്, നിങ്ങൾ ഒന്ന് പോയി കഴിക്കണം, സൂപ്പർ ഫുഡാണെന്നൊക്കെ പറഞ്ഞ് അടിപൊളി ഭക്ഷണം, അങ്ങനെയുള്ള ഭാഷ എന്ത് പറഞ്ഞാലും ഭയങ്കര ഭക്ഷണം. എന്താ മനസ്സിലായിന് എനിക്ക്? ഭയങ്കര ഭക്ഷണം, അടിപൊളി ഭക്ഷണം, ഇങ്ങനെയൊക്കെ. അടിപൊളി എന്ന് പറഞ്ഞാൽ അത് കഴിച്ചാൽ ഒന്നുകിൽ നമ്മൾ പൊളിയും, അടിപറ്റും എന്നൊക്കെ ആയിരിക്കും അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ ഭാഷയിലുണ്ടാവുമല്ലോ ചില അർത്ഥങ്ങൾ. ഏതായാലും അവിടെ പോയി കഴിക്കുമ്പോഴല്ലേ ഈ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് മനസ്സിലാവുള്ളൂ. ഇതേപോലെ ഭാഗവതത്തിലൂടെ പറയുന്ന ആ പരമതത്വം അനുഭവിക്കാൻ പറ്റണം. ഭഗവാൻ തന്നെ വിഷമത്തോടുകൂടി പറയും, മനുഷ്യാണാം സഹസ്രേഷു, 7ാമത്തെ അധ്യായത്തിൽ 3ാമത്തെ ശ്ലോകം ഗീതയിൽ, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യദദാമഭി സിദ്ധാനം കശ്ചിന്മാം വേത്തി തത്വത. അനവധി ആളുകൾ എന്നെ അമ്പലത്തിൽ വന്ന് തൊഴുതു പോകുന്നുണ്ട്, സഹസ്രം ആളുകൾ. നോക്കൂ നിങ്ങൾ, ഗുരുവായൂരിലൊക്കെ എന്താ ഒരു കുറവുള്ളത്? തിക്കും തിരക്കും ഇടിയും ബഹളവും. ഇനിയിപ്പോൾ നാളെ ശബരിമലയിൽ നോക്കിക്കോളൂ നിങ്ങൾ, മകരവിളക്കല്ലേ, എന്താ ഒരു ഇടി ഉണ്ടാവുക, സഹസ്രം ആളുകൾ. പക്ഷെ കുറച്ച് പേരതിൽ എന്ത് ചെയ്യണോ, അവർ പാലക്കാട് പോകുന്നു, അവർ സപ്താഹം കേൾക്കണു, അവർ സപ്താഹങ്ങളൊക്കെ കേൾക്കാൻ, അതായത് ഈ കാര്യം മനസ്സിലാക്കാൻ പരിശ്രമിക്കും. അതിലും കുറച്ച് പേര് കേൾക്കാൻ ഇത്രയും ആളുകൾ വരുന്നതിൽ കുറച്ച് ആളുകൾ ധ്യാനമൊക്കെ പരിശീലിച്ച് എത്തേണ്ടടുത്ത് അവർ എത്തിച്ചേരും. മറ്റവർക്ക് കുറച്ചുകൂടി വൈക്കം, കുറച്ചുകൂടി കാത്തിരിക്കണം, അടുത്തൊരു സപ്താഹം കൂടി വേണ്ടി വരിയിരിക്കും. അങ്ങനെ ചിലവർ വേഗം രക്ഷപ്പെടണു, ചിലവർക്ക് ബഹൂരാം ജന്മനാമന്തേ, കുറേയധികം ജന്മങ്ങളൊക്കെ വേണ്ടി വരും അറ്റ്ലീസ്റ്റ് കുറച്ചൊന്ന് പൊങ്ങാൻ. ഏത് സപ്താഹത്തിൽ അവർ പൊങ്ങുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ആദ്യമൊക്കെ ചിലപ്പോൾ സപ്താഹത്തിന് പോകുന്നത് കഴിച്ചു കളയാം എന്നുള്ള രീതിയിലാവും, പിന്നെ കേട്ട് കളയാം എന്നുള്ള രീതിയിലാവും, പിന്നെ കുറച്ചൊന്ന് കേട്ടിരിക്കുക എന്നുള്ള രീതിയിലാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇത് കേട്ടിരിക്കാനുള്ളതല്ലോ, കുറച്ചൊന്ന് നമുക്ക് തുടങ്ങാം എന്നുള്ള രീതിയിലാവും, പിന്നെ തുടങ്ങി എത്തേണ്ടടുത്ത് അവർ എത്തിച്ചേരും. അങ്ങനെയല്ലേ നിങ്ങളൊക്കെ തുടങ്ങുന്നത്? ഇതേ രീതിയിൽ ആവുന്നവർ ഭാഗ്യവാന്മാരാണ്. ഏതായാലും ഭഗവാന്റെ കഥ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അവതരിക്കുന്ന കഥ പറയാണ്. ഭഗവാൻ അവതരിക്കുന്നത് UP-യിലാണ്, ഉത്തർപ്രദേശിൽ. കാരണം മായാവതിയൊക്കെ അവിടെയാണല്ലോ ഉള്ളത്. അപ്പം ഭഗവാനാണെങ്കിൽ യാദവനാണല്ലോ. അപ്പോൾ ഭഗവാൻ അവതരിക്കുന്നത് മധുരയിൽ. അന്നത്തെ ചക്രവർത്തിയായിരുന്നു ഉഗ്രസേനൻ. ഉഗ്രസേനൻ്റെ പുത്രനായി വന്നു ക്രൂരനായ കംസൻ. ഉഗ്രസേനൻ്റെ സഹോദരനായിരുന്നു ദേവകൻ. ദേവകൻ്റെ 7 മക്കളിൽ ആദ്യത്തവളായിരുന്നു രോഹിണി. ഈ രോഹിണി ദേവിക്ക് കല്യാണപ്രായമായപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തു വസുദേവർക്ക്. അങ്ങനെ കാലം മുന്നോട്ട് പോയി. വസുദേവർക്ക് 1, 2, 3, 4, 5, 6 ഒരുപാട് കല്യാണം കഴിച്ചു കൊടുത്തു. കാരണം അന്നൊക്കെ ഹോൾസെയിൽ കല്യാണമുള്ള കാലമായിരുന്നു. സ്ത്രീകൾ കൂടുതലും പുരുഷന്മാർ വളരെ കുറവുമായിരിക്കാം, അതായിരിക്കാം അന്നത്തെ കാലഘട്ടം. ഏതായാലും 7ാമത്തെ പെൺകുട്ടിയുടെ കല്യാണം, ദേവകീ ദേവിയുടെ കല്യാണം ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വസുദേവർക്ക് കൊടുത്തോളൂ. അപ്പോൾ കംസൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവിട്ടോളാം, എൻ്റെ കാറിൽ കൊണ്ടുവിട്ടോളാം. അങ്ങനെ അലങ്കരിച്ച രഥത്തിൽ 2 പേരെയും പിടിച്ചിരുത്തി. അങ്ങനെ രഥം വടക്കന്തറയിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് മുന്നോട്ട് വരുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം, ആകാശവാണി, ഉഗ്രമായൊരു ശബ്ദം. കംസൻ നോക്കി, എവിടുന്നാ ശബ്ദം? ഹേ മന്ഥ, ഇവളുടെ 8ാമത്തെ ഗർഭം നിന്നെ വധിക്കുന്നു. അത് കേട്ടതും കംസൻ കാറിൻ്റെ ഡോറ് തുറന്നു, ദേവകിയുടെ മുടി പിടിച്ച് പുറത്തേക്കിട്ടു, വാള് വലിച്ചോങ്ങി വെട്ടാനായി. എന്നിട്ട് ഉഗ്രമായി അലറി, എന്നെ കൊല്ലാനൊരു കുഞ്ഞിനെ നീ പ്രസവിക്കുവോ? അപ്പോഴേക്കും വസുദേവർ തടുത്തിട്ട് പറഞ്ഞു, ഇവള് കൊല്ലുമെന്ന് പറഞ്ഞില്ലല്ലോ, കുട്ടിയല്ലേ, ഇവളിപ്പോൾ പ്രസവിച്ചിട്ട് പോലും ഇല്ലല്ലോ, എന്തിനാ ഈ കുട്ടിയെ ഇവളെ കൊല്ലുന്നത്? കംസൻ അതിലൊന്നും കുലുങ്ങിയില്ലേ. കംസൻ പറഞ്ഞു, ഇപ്പോൾ കൊല്ലുന്നു. അവസാനം വസുദേവർ പറഞ്ഞു, വസുദേവർ നല്ല ബുദ്ധിയുള്ള ഒരാളാണ്, പാലക്കാടുകാരനായിരിക്കണം. അദ്ദേഹം പറഞ്ഞു, ദേവകീ ദേവി കൊല്ലുന്ന അശരീരിയില്ലല്ലോ, കുട്ടി കൊല്ലുന്നല്ലേ. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഏതേത് കുട്ടികൾ കൊല്ലുമെന്ന് നീ ഭയപ്പെടുന്നു ആ കുട്ടിയെ ഞാൻ സമർപ്പിച്ചോളാം. ഇത് കേട്ടപ്പോൾ ശരി, സത്യസന്ധമായിരിക്കണം, പ്രസവിച്ചുടനെ കൊണ്ടുവരണം, ഓക്കെ എന്ന് പറഞ്ഞു വിട്ടു. കാറിന്ന് ഇറക്കി വിട്ടു. പാവം അദ്ദേഹം നടന്നുപോയി, അദ്ദേഹത്തിന് വിഷമം ഉണ്ടായില്ല. അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, കംസന് കൊണ്ടുകൊടുത്തു. കംസൻ പറഞ്ഞു, വസുദേവ നീ സത്യസന്ധനാണ്, നീ വാക്ക് പാലിച്ചിരിക്കണു, പക്ഷേ ഈ കുട്ടിയെ ഞാൻ കൊല്ലില്ല. കാരണം അശരീരി പ്രകാരം എനിക്ക് വേണ്ടത് 8ാമത്തെ കുട്ടി, അതിനെ കൊണ്ടുവന്നാൽ മതി. ഇന്നാണെങ്കിൽ 2ൽ നിർത്തില്ലേ പ്രസവം, അന്ന് 3, 4, 5, 6 6 എണ്ണമായപ്പോൾ
നോക്കണേ, നാരദ മഹർഷി കംസന്റെ കൊട്ടാരത്തിൽ നാരായണ നാരായണ. അപ്പോഴേക്കും കംസനാണെങ്കിൽ ഇതൊക്കെ ഇത്തിരി മറന്നിരുന്നു. നാരദർ ചോദിച്ചു, നീ എന്തോ കേട്ട് ഞെട്ടീന്ന് കേട്ടുമല്ലോ. അത് ഓർമ്മിപ്പിച്ചു. കംസനാണെങ്കിൽ ടാ എന്നുള്ളൊരു ശബ്ദം കേട്ടാൽ അപ്പം ഞെട്ടൽ വരും. അന്നത്തെ ആ ശബ്ദം 8 എന്നുള്ളൊരു ശബ്ദം ഉണ്ടല്ലോ. അതിനുശേഷം കംസന്റെ കൊട്ടാരത്തിൽ 8 എന്നാരും പറയാൻ പാടില്ല. എത്ര ഇഡ്ഡലി കഴിച്ചു വെച്ചാൽ 7 1 8 പറഞ്ഞാൽ കംസൻ അപ്പോൾ ഹാർട്ടിന് അറ്റാക്ക് വരും. അത്ര പേടിയായിരുന്നു കംസന്. ഏതായാലും 8 എന്ന് ഓർമ്മിപ്പിച്ചതും കംസനാകെ ഞെട്ടി. ഹേയ് നാരദ മഹർഷിയെ, പ്രശ്നമൊന്നുമില്ല, എന്നെ കൊല്ലാൻ ഒരാൾക്കും സാധ്യം. അത് കേട്ടതും ഭഗവാൻ നാരദർ പറഞ്ഞു, എൻ്റെ കംസ, നീ കണക്ക് കൂട്ടുന്നത് തെറ്റാണ്. ഈ 8 എന്ന് പറഞ്ഞാൽ 8ാമത്തെ മാസം ജനിച്ചത് മതി, 8ാമത്തെ നക്ഷത്രം, 8ാമത്തെ തിഥി, 108ൻ്റെ കണക്ക് പറഞ്ഞു കൊടുത്തു. കംസൻ അവിടെ നിന്നൊരോട്ടം ദേവകീദേവിയുടെ വീട്ടിൽ ചെന്ന് 6 കുട്ടികളെയും വെട്ടിയും അടിച്ചും കൊന്ന് 2 പേരെയും ജയിലിലിട്ടു, ദേവകിയും വസുദേവരെയും. അപ്പോഴേക്കും അവിടെയൊക്കെ ജനങ്ങൾ പ്രളയം, അടിയും കുത്തും. ഏതായാലും അതിൻ്റെ ഇടയ്ക്ക് തൻ്റെ ആദ്യത്തെ ഭാര്യയെ രോഹിണീ ദേവിയെ ഭഗവാൻ നന്ദഗോപരുടെ ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചു. ഏതായാലും ഇവിടെ കാരാഗ്രഹത്തിൽ 7ാമത് ഗർഭിണിയാവണോ ദേവി. വസുദേവരെ പറഞ്ഞ് മനസ്സിലാക്കും. ആ ഗർഭം എന്തോ ഒരു രാത്രിയിൽ ദേവിക്ക് നഷ്ടപ്പെടും. അന്ന് ദേവി എങ്ങനെയാ ഗർഭം പോയതെന്നറിയില്ല. എന്തായാലും വസുദേവർ പറയും എല്ലാം നല്ലതിനാണ്. എന്നിട്ട് പറയുന്നു 8ാമത് ഗർഭിണിയാവും. കംസൻ കാരാഗ്രഹത്തിൽ വരും. ദേവകീ ദേവിക്ക് തന്നെ ആ ഗർഭം വന്നതിന് ശേഷം സകല ദുഃഖങ്ങളും ഓർത്താൽ പോലും വരില്ല. അത്ര മനസ്സിനൊരു കുളിർമ, സന്തോഷം. 8ാമത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കംസൻ വന്നു. ആ കാലഘട്ടത്തിൽ ഗർഭം കാണാൻ പോകുന്നൊരു ചടങ്ങുണ്ടാവുമായിരിക്കാം. ഏതായാലും കംസൻ വന്ന് ആ ദേവകീ ദേവിയുടെ ഗർഭത്തിലേക്കൊന്ന് നോക്കിയതും ആ നിമിഷം മനസ്സ് പറയാൻ തുടങ്ങി, ഹരി 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 ഹരി. ഒരു നിഴൽ തൻ്റെ പിന്നാലെ വരുന്ന പോലെ. കംസൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒരൊറ്റ വിചാരം, ആരെക്കുറിച്ച്? ഹരിയെക്കുറിച്ച്. ഏതായാലും ഇവിടെ ഗർഭമൊക്കെ പാകമായി വരുന്നു. ഭഗവാൻ അവതരിക്കുന്നു ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി നാളിൽ. ഒരു രാത്രിയിലാണ് ഭഗവാൻ അവതരിക്കാൻ നിശ്ചയിക്കുന്നത്. ഏതായാലും ഭഗവാന്റെ അവതാരത്തിന് മുമ്പ്, ഭഗവാൻ 8ാമത് ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. 7ാമത്തെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചത് ഭഗവാന്റെ സഹോദരനായി വരാൻ പോകുന്ന ബലരാമനാണ്. ആ ബലരാമസ്വാമിയുടെ ഗർഭത്തെ ഭഗവാൻ തൻ്റെ മായാദേവി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഗച്ഛ ദേവീ വ്രജം ഭദ്രേ ഗോപഗോപീരലങ്കൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ അന്യാം ച കംസ സംവിഘ്നം വിവരേഷോ വസന്തി. ഗച്ഛ ദേവീ വ്രജം ഭദ്രേ ഗോപഗോപീരലങ്കൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ. ദേവി ഇവിടുന്ന് പോവൂ. ആ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ ആകർഷിച്ചുകൊണ്ട് രോഹിണീ ദേവിയുടെ ഗർഭത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കൂ. എന്നിട്ട് ദേവി ആ യശോദാദേവിയുടെ ഗർഭത്തിൽ ഒരു പെൺകുഞ്ഞായി വരൂ. ദേവി ഭൂമിയിൽ ഒരു പെണ്ണായി അവതരിക്ക കാരണം അർച്ചിഷ്യന്തി മനുഷ്യാസ്തം സർവകാമവരേശ്വരീം ധൂപോപഹാരബലിഭി സർവകാമവരപ്രദം നാമധേയാനി കുർവന്തി സ്ഥാനാനി ച നരാഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി ച കുമുദാ ചണ്ഡികാ കൃഷ്ണ മാധവീ കന്യകേതി ച മായാ നാരായണീ ചാനി ശാരദേത്യംബികേതി ച. ആളുകൾ സഹസ്രനാമം ചൊല്ലി ആളുകൾ ദേവി പൂജിക്കും, അർച്ചിക്കും, ആരാധിക്കും. ദേവി പോകൂ. ഗച്ഛ ദേവി വ്രജം ഭദ്രേ ഗോപഗോപീലലങ്കൃതം. ദേവി അവിടെ നിന്ന് പോണു. രോഹിണീ ദേവിയുടെ ഗർഭത്തിലേക്ക് മാറ്റണു. ഭഗവാൻ 8ാമത്തെ ഗർഭത്തിൽ പ്രകടമാവുന്നു. ദേവന്മാര് ആ ഗർഭത്തിലിരിക്കുന്ന ഭഗവത് തേജസ്സിനെ, കൃഷ്ണ തേജസ്സിനെ കണ്ട് ആദരിക്കാൻ, ബഹുമാനിക്കാൻ, പൂജിക്കാൻ ആ കാരാഗ്രഹത്തിലെത്തി എന്നാണ്. അവരെല്ലാവരും കൂടെ ഭഗവാനെ നോക്കി സ്തുതിച്ചുകൊണ്ട് പറയുന്നു, സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം വ്രത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. 8 സത്യങ്ങൾ. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം സത്യസ്യ യോനി നിഖിലം ച സത്യേ സത്യസ്യ സത്യം വ്രത സത്യനേത്രം സത്യാത്മകം. അങ്ങനെ ഭഗവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം എത്തിച്ചേരുന്നത് സത്യ ആത്മകം, എല്ലാവരുടെയും പരമാത്മാവായ സത്യം.
അങ്ങനെയുള്ള ഭഗവാനാണെന്ന് ഒരു കാർമ്മിക വർണ്ണ രൂപത്തിൽ ഇവിടെ പ്രകടമാവാൻ പോകുന്നത്, ഗുരുവായി പ്രകടമാവാൻ പോകുന്നത്. ആ ഭഗവാനെ അവർ എന്താ പറയുക, സ്തുതിച്ചുകൊണ്ട് പറയണോ, ത്വയ്യംബുജാക്ഷാഖില സത്വദാംനി സമാധിനാവേചിതചേതസൈകേ ത്വൽപാദബോധേന മഹൽ കൃതേന കുർവന്തി ഗോവത്സപദംബവാപ്തിം. ആരിൽ അല്പമൊരു ധ്യാനിക്കുന്ന സംസ്കാരമുണ്ടോ, വലിയ ദുരന്തങ്ങളൊക്കെ ചെറിയ കുഴികൾ താണ്ടുന്നത് പോലെ വരും. അത്രയും നിങ്ങൾക്ക് ദുഃഖമുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഭഗവാനിലേക്ക് മനസ്സിനെ ഒന്ന് അടുപ്പിക്കൂ. അതിനെന്ത് വേണം? ശൃണ്വൻ ഗൃണൻ സംസ്മരണച്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യത്വച്ചരണാരവിന്ദയോ ആവിഷ്ടചേതാന്ന ഭവായ കൽപ്പതേ. ശൃണ്വൻ ഗൃണൻ സംസ്മരൻ. നിങ്ങൾ കേൾക്കൂ ഭാഗവതം. ഭഗവാന്റെ നാമങ്ങളും മറ്റും പറയുന്ന ഈ ഭാഗവതം കേൾക്കൂ എന്ന്. പിന്നീടോ കുറച്ചു നേരം ധ്യാനം ചെയ്യൂ. ദിവസവും കുറച്ചു നേരം ധ്യാനം പരിശീലിക്കൂ. എന്ത് ചെയ്യുമ്പോഴും മനസ്സ് സ്വസ്ഥമായി ചെയ്യൂ. ചെയ്യുന്ന പണികളിലേക്ക് നോക്കുന്നതിനേക്കാൾ നല്ലത് ചെയ്യുന്ന സമയത്തുള്ള മാനസികാവസ്ഥ നോക്കും. സ്വസ്ഥതയുണ്ടോ എന്നാ ചെയ്യൂ, സ്വസ്ഥതയില്ലേ മിണ്ടാതൊരു ഭാഗത്തിരിക്കൂ. അസ്വസ്ഥമായി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. കൂർമ്മമായി, വരാഹമായി, നരസിംഹമായി ഇപ്പോഴിതാ ഭഗവാൻ അവതരിക്കുന്നു. ദേവകീദേവിയുടെ ഗർഭത്തിൽ നിന്നും ഒരു പൂർണ്ണാവതാര പുരുഷൻ ഗുരു അവതരിക്കുന്നു. ഭഗവാൻ ഇതിനു മുമ്പ് മത്സ്യാസ്വകശ്യപ നൃസിംഹപരാഹംസ രാജന്യ വിപ്രവിബുധേഷു കൃതാവതാരം ത്വം പാസിന ത്രിഭുവനം ചയദാതുനേശാം ഭാരം ഭുവോ ഹരം യദൂത്തമ വന്ദനം തേ. ഭാരം ഭുവോ ഹരം യദൂത്തമ വന്ദനം തേ. ഭാരം ഭുവോ ഹരം യദൂത്തമ വന്ദനം തേ. ഈ ഭൂമിയുടെ ഭാരം തീർക്കാൻ, സകല മനസ്സുകളുടെയും ഭാരം തീർക്കാൻ ഇതാ ഭഗവാൻ ഇതാ അവതരിക്കുന്നു, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഭാരം തീർക്കാൻ. അതുകൊണ്ട് ഭഗവാനെ അവർ വർണ്ണിക്കുന്നത് ഭാരം ഭുവോര യദൂത്തമ വന്ദനം തേ. അങ്ങനെയുള്ള ഭഗവാനെ ഇതാ ഞങ്ങൾ വന്ദിക്കുന്നു. അവർ പോകുന്നു. ഭഗവാൻ ചിങ്ങമാസത്തിൽ അഷ്ടമിയും രോഹിണിയും കൂടിച്ചേരുന്ന ശുഭമുഹൂർത്തത്തിൽ രാത്രിയിൽ ഭഗവാൻ അവതരിക്കുകയാണ്. അന്തരീക്ഷം ശാന്തമായി, പ്രകൃതി തന്നെ ശാന്തമായി, എവിടെ നോക്കിയാലും ഒരു സന്തോഷം, എവിടെ നോക്കിയാലും ഒരു ശാന്തി, സമാധാനം, സ്വസ്ഥത. അങ്ങനെയുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ ദേവകി ദേവിയുടെ ഗർഭാശയത്തിൽ നിന്നും ഭഗവാൻ അതാ മുനിസിപ്പൽ ടൗൺ ഗ്രൗണ്ടിൽ സപ്താഹവേദിയിൽ ഭഗവാൻ അവതരിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കാനായി ഭഗവാൻ അവതരിക്കുകയാണ്. പാലക്കാട്ടുകാരുടെ സൗഭാഗ്യം എന്ന് പറയാം. ഈ സുദിനത്തിൽ, ഈ ഒരു മഹത് ദിവസത്തിൽ ഭഗവാൻ അവതരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭഗവാന്റെ അവതാരത്തെ കാണാം, ആഘോഷിക്കാം. എല്ലാവരും അവിടെ ഇരുന്നു കൊണ്ട് മാത്രം, ആരും ശബ്ദവും ബഹളമൊന്നും ഉണ്ടാക്കരുത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ശ്രീ ശുകൗവാച. ചൊല്ലാൻ പറ്റുന്നവർക്കൊക്കെ ഏറ്റു ചൊല്ലാം. ശ്രീമദ് ഭാഗവത്തിൽ ഒരുമിച്ച് വായിക്കാം. ദശമസ്കന്ധത്തിൽ തൃതീയ അധ്യായത്തിൽ ഭഗവാന്റെ അവതാരം നമ്മൾ വായിക്കുകയാണ്. അധസർവഗുണോപേത കാലപരമശോഭനാം യർഹേ വാജനജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമവ്രജാകര നദ്യപ്രസന്നസലിലാം കൃതാജരുഹശ്രിയാം ദ്വിജാളീകുലസന്നാദ സ്തപകാവനരാജയ വവോ വായുസുഖപ്രശ്ചം പുണ്യഗന്ധവഹശുചി അഗ്നയശ്ച ദ്വിജാദീനാം ശാന്താ തത്ര സമിന്ദത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹം ജായമാനേ ജനേ തസ്മിൻ നേതുർധുന്ദുഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവാം തുഷ്ടുവുസിദ്ധചാരണാം വിദ്യാധര്യശ്ച നദതു അപ്സരോഭിः സമം തഥാ മുമുജുർമുനയോ ദേവാം സുമനാം ശ്രീമുധന്നിതാം മന്ദം മന്ദം ജലധരാം
ജഗജ്ജോരനുസാഗരം നിശീതേ തമവുദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണോ സർവഗുഹാശയാം ആവിരാസീയദാ പ്രാച്യം ദിശീന്ദിരിവ പുഷ്കലാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഒരു നിമിഷം ഭഗവാൻ അതാ കാർമേക വർണ്ണ രൂപത്തിൽ അവതരിക്കുന്നു. ഉടനെ തന്നെ ഭഗവാൻ അവതരിച്ചതും ഭഗവാന്റെ രൂപം മാറി. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാദാലേശമനിശം പ്രതിഭാവയാമി. ആ ഒരു രൂപത്തെയാണ് അമ്മ കാണുന്നത്. അതിനുശേഷം പിന്നെ ഭഗവാൻ ബാലലീല കളിക്കുന്നതും. നാളെയാണ് ഭഗവാന്റെ കല്യാണം. ഭഗവാൻ ഇന്ന് ഡെലിവറി, നാളെ മാരേജ്. എല്ലാവരും നാളെ കല്യാണത്തിന് എത്തിച്ചേരണം. അപ്പം നമ്മളെല്ലാവരും ഈ ഒരു ഇത് കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ പോവാവൂ. കുട്ടികളെല്ലാവരും ഉറി പൊട്ടിക്കുന്നത് എല്ലാവരും ഉറക്കപ്പാടണം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഈ വലിയ കൃഷ്ണന്മാരെ മാറും. വലിയ കൃഷ്ണന്മാരൊന്ന് മാറും. ചെറിയ കുട്ടി കൃഷ്ണന്മാർക്ക് കൊടുക്കുന്ന അവസരം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി 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 ഗോവിന്ദ ഹരി ഗോവിന്ദ
ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര. ഈ കൃഷ്ണന്മാരൊക്കെ ഇവിടെ നിന്ന് കളിച്ചാൽ നല്ലതാണ്. കൃഷ്ണന്മാരെല്ലാവരും ഇവിടെ വരൂ. കൃഷ്ണന്മാരെല്ലാവരും എല്ലാവരും വരൂ. എല്ലാവരും കൈ കോർത്ത് കളിക്കൂ. മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചിട്ട് കൈ കോർക്കും എല്ലാവരും മുന്നിൽ. ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര. പങ്കജനേത്ര പങ്കജപാദ പങ്കനാശന ശങ്കരാർച്ചിത കങ്കണധാരീ കിങ്ങിണിപാദ ആടിവാ കണ്ണ കളിയാടിവാ കണ്ണ. ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര. ശ്രീവത്സാങ്കിത പ്രദായക ശ്രീധരകാന്ത ശ്രീകരരൂപ ഗോപകുമാര ഗോപികാന്ത ആടിവാ കണ്ണ കളിയാടിവാ കണ്ണ. ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര. വേണുഗോപാല വേദവർണിത പവനപുരേശ പങ്കജാർച്ചിത മാനസചോര മാധവരൂപ ആടിവാ കണ്ണ കളിയാടിവാ കണ്ണ. ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര. ശരണമേഘനേ ഗരുഡവാഹന ശരണമേഘനേ ഗരുഡനാശന ശരണമേഘനേ സച്ചിദാനന്ദ ശരണമേഘനേ ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര ശ്യാമസുന്ദര
ശ്യാമസുന്ദര ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര ഭുവനസുന്ദര ശ്യാമസുന്ദര ഭുവനസുന്ദര ശ്യാമസുന്ദര ഭുവനസുന്ദര രാധാരമണ മുകുന്ദ മുരാർ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ചംഗ ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശംഗ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാർ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭഗവാന്റെ ചൈതന്യം ഇവിടെ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് നൃത്തമാടുന്നത്. നിങ്ങൾക്കെല്ലാവരും അനുഗ്രഹീതരാണ്. ഭഗവാൻ ഇനി ഒരിക്കലും ആ ശംഖചക്ര കഥാരൂപത്തിൽ വരാൻ പറ്റില്ല. ഈ രൂപത്തിലൊക്കെ വരാൻ പറ്റുള്ളൂ. ഈ രൂപത്തിൽ തന്നെ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കണോ പറയാം. നിങ്ങളൊക്കെ സുഹൃതികളാണ്, ഭാഗ്യം ചെയ്തവരാണ്. പാലക്കാടിൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് എല്ലാവർക്കും നിങ്ങൾ നല്ലൊരു പ്രോത്സാഹനം കൊടുക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു ഭജനയും കൂടി പാടി നിർത്താം. എല്ലാവരും ഉഷാറായിട്ട് ഡാൻസ് കളിക്കണേ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. കുട്ടിക്കളി മുത്തു മുത്തു കൂടമൂടച്ചപ്പോളാരെ കുട്ടകത്തിലടച്ചിട്ടു കൂരൂരമ്മ. നാരായണ 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 രാധാ ഗോവിന്ദ. ആ ഗുരുവായൂരുണ്ണിക്കണ്ണൻ പങ്കജക്ഷൻ കടൽ വർണ്ണ ഇരവും പകലും എൻ്റെ ഉള്ളിൽ വാഴേണം. നാരായണ 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 രാധാ ഗോവിന്ദ. പൂന്താനത്തിൻ പുത്രവ്യാധിയകറ്റിയ ജ്ഞാനപാല പൂന്തേനുള്ളിൽ തുളുമ്പിച്ചു വികൃതി കണ്ണ. നാരായണ 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 രാധാ ഗോവിന്ദ. മുപ്പാരിനോ മൂടയോനം തേമരൂപ കണ്ണാ നിന്നെ കണി കാണാൻ കനിയേണം കരുണാ സിന്ധോ. നാരായണ 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 രാധാ ഗോവിന്ദ. 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം.
എല്ലാവർക്കും കോടിക്കോടി പ്രണാമങ്ങൾ, ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ പ്രണാമങ്ങൾ. നാളെ വീണ്ടും രുക്മിണി സ്വയംവരത്തിന് ഇതിനും ഗംഭീരമായി നമുക്ക് കൂടിച്ചേരാം. ഹരി ഓം, ഹരി ഓം, ഹരി.